ഗൂഢാലോചനയാണ്. എന്താ സംശയം? ഇങ്ങനെയുള്ള വിവരമല്ല, ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല, ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട. നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നാണെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക്. ഇതാ നിങ്ങളല്ല അവരോടാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്കാണോ ചോദിക്കേണ്ടത്? നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ, നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം. ശരിയല്ലെങ്കിൽ നിങ്ങളത് ചോദ്യം ചെയ്തോളൂ, അതിൻ്റെ നടപടികൾ എടുത്തോളൂ. പോലീസിന് നടപടി എടുക്കുന്നതല്ലേ, പോലീസിന് അതിൻ്റെ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമല്ലോ. പോലീസിൻ്റെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളെടുത്ത് തെളിവില്ലല്ലോ, പോലീസിൻ്റെ കയ്യിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസ് എടുക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഊഹം വെച്ചുകൊണ്ട് പോലീസിൻ്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടപടികൾ സ്വീകരിച്ചോളൂ, അതിനെന്താ പ്രശ്നം? സാധാരണ മാധ്യമപ്രവർത്തനം ഗൂഢാലോചനയല്ലല്ലോ. സാധാരണ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണല്ലോ ഗൂഢാലോചനയുടെ ഭാഗം വരുന്നത്. ആ ഗൂഢാലോചനയുടെ ഭാഗം ഞാൻ പറയേണ്ടതല്ല, എന്താണെന്ന് പോലീസ് പറയട്ടെ. ആ പോലീസ് പറയല്ലോ, അത് നിങ്ങൾ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകർ ചെല്ലുന്നത് ഗൂഢാലോചനയാണെന്ന് ആരും പറയില്ല. ഇത് ഗൂഢാലോചന അതെല്ലാവരും കാണുന്ന കാര്യമല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഗൂഢാലോചനയുടെ ഭാഗം വരുമ്പോഴാണല്ലോ അത് പറയുന്നത്. അത് ഗൂഢാലോചനയല്ല എന്ന് നിങ്ങളെടുത്ത് തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാജരായിക്കോളൂ, അതിനെന്താ പ്രശ്നം? അതല്ലേ വേണ്ടത്. അതൊക്കെ സാധാരണ നിലക്ക് ചിരിച്ച് തള്ളാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എന്തെല്ലാം വീമ്പ് പറിച്ചത് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതും ഗൂഢാലോചനയായിട്ട് നടക്കണ്ട. ഗൂഢാലോചനയാണ്. എന്താ സംശയം? ഇങ്ങനെയുള്ള വിവരമല്ല, ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല, ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട. നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നാണെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക്. ഇതാ നിങ്ങളല്ല അവരോടാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്കാണോ ചോദിക്കേണ്ടത്? നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ, നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം. അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെന്താ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്? മാധ്യമപ്രവർത്തനമായി നടത്തുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. ആരും അതിൻ്റെ മേലെ കുതിര കയറുന്നില്ല. പക്ഷേ പോലീസ് ഇപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നു. ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് എന്ന്. നിങ്ങൾ പറയുന്നു ഗൂഢാലോചനയല്ല എന്ന്. നിങ്ങളത് തെളിയിച്ചോളൂ, അതിനെന്താ പ്രശ്നം? ഞാൻ പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല. എനിക്കതിൽ വിശ്വാസക്കുറവില്ല, അതാണ് പ്രശ്നം. അതാണ് എൻ്റെ പ്രശ്നം. നിങ്ങളുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട്. ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും. അത്രയേ ഉള്ളൂ അതിനകത്ത്. നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുന്നതോ, നിങ്ങൾ മറ്റു പുഷ്പ സ്ഥലത്ത് പോകുന്നതോ, നിങ്ങൾ സാധാരണ നിലക്ക് മാധ്യമപ്രവർത്തനം നടത്തുന്നതോ ഒന്നും ഇവിടെ ആരും തടയാൻ പോകുന്നില്ല. പക്ഷേ ആ നില വിട്ട് മറ്റൊരു നില വന്നാൽ കുറച്ച് ശബ്ദമുയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളയാമെന്നുള്ള ധാരണയിൽ തുടങ്ങണ്ട, അതേ ഉള്ളൂ.